എടപ്പാളിൽ ആദ്യമായി കൃഷി ചെയ്ത അറബി പഴമായ ഷമാമിന്റെ വിളവെടുപ്പ് നടന്നു. ഷമാമിന്റെ ഹൈബ്രിഡ് ഇനമായ സോളാർ 99 എന്ന വിത്തിനം ഉപയോഗിച്ചാണ് മുസ്തഫ നടുക്കാട്ടിൽ തന്റെ പുതിയ പരീക്ഷണം നടത്തി വിജയിച്ചത്. എടപ്പാൾ മേഖലയിൽ ആദ്യമായി കൃഷി ചെയ്തതും വ്യാപകമല്ലാത്തതും എന്നാൽ കേരളത്തിൽ കൃഷി ചെയ്ത് വിജയിച്ചതുമായ ഷമാമിന്റെ വിളവെടുപ്പാണ് നടന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ എംടെക് ബിരുദധാരിയായ മുസ്തഫ നടുക്കാട്ടിൽ എന്ന ഒരു പുതിയ കർഷകനാണ് കൃഷി വകുപ്പിന്റെ നിർദ്ദേശവും പ്രോത്സാഹനവും ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക കൃഷിരീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഷമാം കൃഷി ചെയ്തത്. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിജേഷ് PV നിർവഹിച്ചു. എടപ്പാൾ കൃഷി ഓഫീസർ സുരേന്ദ്രൻ MP സ്വാഗതവും മുസ്തഫ നടുക്കാട്ടിൽ നന്ദിയും പറഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ആൾക്കാർ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം അവര് ഇതിലൊരു പ്രയോജനമായി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ യുവാക്കൾ ഒരുപാട് പേരുണ്ട്. യുവാക്കൾ വെറുതെ നടക്കുന്നവരും മറ്റു പല പ്രവർത്തന മേഖലകളിലേക്ക് പോകുന്നവരും അവരൊക്കെ ഇതിലേക്ക് അടുപ്പിക്കാമെന്നുള്ളതാണ് വലിയൊരു ഉദാഹരണമാണ്. അതിനൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഇതിന്റെ വേറെയും ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ തന്നെ സ്റ്റാഫായിട്ടുള്ള വൈശാഖ് ഉണ്ട്. വൈശാഖ് അവരൊരു 2 ഏക്കറോളം ഇതുപോലെ ഷമാം മാത്രം അവിടെ ഇല്ല. എൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ് വൈശാഖ്. തണ്ണിമത്തൻ ഡിഫറെന്റ് വെറൈറ്റീസ് അവിടെ 2 ഏക്കറിൽ ചെയ്തിട്ടുണ്ട്. ഷമാമിന്റെ ഹൈബ്രിഡ് ഇനമായ സോളാർ 99 എന്ന വിത്തിനമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ഒരു ഷമാം ചുരുങ്ങിയത് 3 കിലോ ലഭ്യമാകും. കിലോയ്ക്ക് 40 രൂപ വെച്ചാണ് കർഷകൻ വിൽപ്പന നടത്തുന്നത്. ഈ വിജയം ഒരു പ്രചോദനമാണെന്നും കൂടുതൽ സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കുമെന്നും മുസ്തഫ പറഞ്ഞു. കർഷകരായ അബൂബക്കർ നടുക്കാട്ടിൽ, ജനാർദ്ദനൻ, നസിയ നാസർ, അബ്ദുസലാം മാടക്കാട്ടയിൽ, സഹദ് മാടക്കാട്ടയിൽ, അബ്ബാസ് കൊരട്ടിയിൽ, ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ.